അസ്സാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ കല്ലുമ്മക്കായ് നിറച്ചത് എങ്ങനെ ഉണ്ടാക്കാന്നുള്ള വീഡിയോ ആണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ നമ്മൾ 1/2 കിലോ റേഷൻ അരിയും 1 കപ്പ് പച്ചരിയും കൂടെ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. കല്ലുമ്മക്കായ് വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മുടെ കല്ലുമ്മക്കായ് ഇവിടെ നന്നായിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കല്ലുമ്മക്കായ് ഇതേപോലെ വെച്ച് കൊടുക്കാം. അതെന്തിനാണ് വെക്കുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിലത്തെ വെള്ളമെല്ലാം പോകാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഈ കല്ലുമ്മക്കായിലോട്ടുള്ള ആവശ്യത്തിനായിട്ടുള്ള സാധനങ്ങൾ എന്തെല്ലാം നോക്കാം. അതിന് വേണ്ടിയിട്ട് പകുതി ഉള്ളിയും കുറച്ച് കറിവേപ്പിലയും 2 പച്ചമുളകും 10 അല്ലി വെളുത്തുള്ളിയും 1 ടീസ്പൂൺ വലിയ ജീരകവും കുറച്ച് മല്ലിച്ചപ്പും കൂടിയായിട്ടാണ് വേണ്ടത്. ഇനി ഞാൻ ഇവിടെ അരമുറി തേങ്ങ ചിരകിയത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ജാർ എടുക്കാം. എന്നിട്ട് അതിലോട്ട് നമുക്ക് നേരത്തെ ചിരകി വെച്ച തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഉള്ളി ഇതിലോട്ട് ചേർക്കുന്നുണ്ട്. വെളുത്തുള്ളി ചേർക്കുന്നുണ്ട് ഇതിലോട്ട്. വലിയ ജീരകവും ചേർക്കുന്നുണ്ട്. പിന്നെ മല്ലിച്ചപ്പും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ 2 പച്ചമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ലെവലിലാണ് നമ്മൾ അരച്ചെടുത്തിട്ടുള്ളത്. ഇനി ഒരു ബൗളിലോട്ട് നമ്മൾ അരച്ചെടുത്ത മിക്സ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ച അരി ഉണ്ടല്ലോ, അത് നമുക്ക് ഈ ജാറിലോട്ട് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കേണ്ടതുണ്ട്. നമ്മൾ അരച്ചെടുത്ത അരി നമ്മൾ ഇനി ഈ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ള അരിയും കൂടെ നമുക്ക് അരച്ചെടുത്തിട്ട് ബൗളിലേക്ക് ചേർക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമുക്കിപ്പോൾ ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു ബാറ്റർ ടൈറ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നമുക്ക്. ലാസ്റ്റ് നമുക്ക് ഇങ്ങനെ കിട്ടും, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവായിട്ട് കിട്ടുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ച കല്ലുമ്മക്കായിലോട്ട് ഇത് നിറച്ച് കൊടുക്കാം.
അങ്ങനെ ഇതുപോലെ നമ്മളെല്ലാം നിറച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ട് വേവിച്ചെടുക്കണം. അപ്പം നമ്മുടെ കല്ലുമ്മക്കായ ഇവിടെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ആ മുകൾ വശത്ത് കാണുന്ന തോട് നമുക്ക് അടർത്തി മാറ്റണം. അങ്ങനെ കല്ലുമ്മക്കായുടെ ഈ ബാക്കിലത്തെ ഈ ഒരു ബ്ലാക്ക് കളർ നമുക്ക് മാറ്റി കൊടുക്കാം. ഇനി ഒരു ബൗൾ എടുക്കാം. എന്നിട്ട് അതിലോട്ട് 1 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ഗരം മസാല പൊടിയും 2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വെള്ളവും അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു മിക്സ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ ഒരു മിക്സ് നമ്മൾ ഉണ്ടാക്കിയത് കല്ലുമ്മക്കായ ഇതിൽ ഡിപ്പ് ചെയ്തിട്ട് പൊരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് അടുപ്പത്തൊരു പാൻ വെക്കാം. അതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഓരോ കല്ലുമ്മക്കായ ഈ ഒരു മിക്സിൽ മുക്കിയിട്ട് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു ഭാഗം മുരിഞ്ഞതിന് ശേഷം നമുക്കത് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ തന്നെ എല്ലാ കല്ലുമ്മക്കായും നമുക്ക് പൊരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കല്ലുമ്മക്കായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ആ കറിവേപ്പിലയും കൂടി ഇട്ടപ്പോൾ നല്ല സ്മെല്ലടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ അമർത്തുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും അസ്സലാമു അലൈക്കും.